ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുപ്രഭാതം, ശുഭദിനം നേരുന്നു. നമ്മൾ നാരായണീയം പഠന പരമ്പര തുടരുകയാണ്. 12ാം ദശകമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 12ാമത്തെ ദശകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എന്താ പഠിച്ചതെന്നൊന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ആദ്യത്തെ ശ്ലോകത്തിൽ സ്വയംഭുവോ അനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവതംഘ്രി സേവാതുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകെ. സർഗപ്രകൃതിയിൽ വ്യാപൃതനായിരുന്ന സ്വയംഭുവ മനു പ്രളയകാലമാകാതെ അസമയത്ത് ഭൂമി ജലത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടിട്ട് മുനിജനങ്ങളോടുകൂടി സത്യലോകത്ത് ചെന്ന് ഭഗവത്പാദാരവിന്ദ സേവയിൽ അധികം സന്തുഷ്ടനായിരുന്ന ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. രണ്ടാമത്തെ ശ്ലോകത്തിൽ കഷ്ടം പ്രജാസൃജതി മയ്യവനീർനിമഗ്ന സ്ഥാനം സരോജ ഭവ കൽപ്പയതൽ പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനോ സ്വയംഭൂഹോ അംബോരുഹാക്ഷപാദയുഗം വിചിന്തീത്. അല്ലയോ വിധാതാവേ ബ്രഹ്മാവേ, ഞാൻ അങ്ങയുടെ നിയോഗപ്രകാരം പ്രജാസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കെ ഭൂമി ജലത്തിൽ മുങ്ങിപ്പോയി. അല്ലയോ ബ്രഹ്മാവേ പത്മസംഭവ, ജനങ്ങൾക്ക് വസിക്കുവാൻ സ്ഥലം കൽപ്പിച്ചു തന്നാലും ഭൂമി ജലത്തിലേക്ക് പോയപ്പം എല്ലാ ജീവജാലങ്ങൾക്കും താമസ സ്ഥലമില്ലാതായി കൽപ്പിച്ചു തന്നാലും എന്ന് മനു ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അപ്പം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഭഗവാന്റെ അങ്ങയുടെ ചരണയുഗങ്ങളെ ധ്യാനിച്ചു. അപ്പോഴോ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഹാഹാ വിഭോ ജലമഹം നഭിപം പുരസ്താദ്യാവിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ചരണം യദോസ്യ നാസാപുട സമഭവ ശിശുകോലരൂപി. അല്ലയോ സർവവ്യാപിയായുള്ളവനെ, ആദ്യകാലത്ത് തന്നെ കാരണജലത്തെ ഞാൻ പാനം ചെയ്തതാണ്. എന്നിട്ടും ഭൂമി ജലത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ അങ്ങയുടെ പാദത്തെ അഭയം പ്രാപിച്ചുകൊണ്ട് പറയുന്ന ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ഒരു ബാലവരാഹം, ഒരു പന്നിയുടെ രൂപത്തിൽ, പന്നിക്കുഞ്ഞ് രൂപത്തിൽ അങ്ങ് അവതരിച്ചു. അടുത്തത് അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താത് ഭൂയോധ കുംഭി സദൃശ സമജുംഭതസ്ത്വം അപ്രേ തഥാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈഃ വിസ്മേരതാം വിധിരകാത്സഹസൂനുഭിസ്വൈഃ. അങ്ങ് ആദ്യം ബ്രഹ്മാവിൻ്റെ നാസാരന്ധ്രത്തിൽ നിന്നും അങ്കുഷ്ടമാത്രം, പെരുവിരലിൻ്റെ അത്രയും വലിപ്പത്തിലായിട്ട് ശരീരത്തോടുകൂടി ഉത്ഭവിച്ചു. പിന്നീട് ഗജരാജതുല്യനായി ആനയോളം വളർന്നു. മേഘമാർഗത്തോളം ഉന്നതനായി ഭവിച്ച ആകാശത്തോളം വളർന്ന അങ്ങയെ ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരോടൊപ്പം മുഖമുയർത്തി അത്ഭുത പരതന്ത്രനായി നോക്കി നിന്നു. പുത്രന്മാരെന്ന് പറയുമ്പോൾ പ്രജാപതികളോടൊക്കെ കൂടെ. അടുത്തതിൽ കോസാവ ചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യമായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രക സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ആരാലും ചിന്തിക്കാൻ കഴിയാത്തതായ മാഹാത്മ്യത്തോടു കൂടിയിരിക്കുന്ന ഒരു വരാഹം എൻ്റെ നാസാദ്വാരത്തിൽ നിന്നും ഉത്ഭവിച്ചു. ഇവൻ ആരായിരിക്കും? അനന്ത മഹിമവാർന്ന ഈ അജിതൻ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്തവൻ ഭഗവാൻ മായാവിലാസമായിരിക്കുമോ
എന്നിപ്രകാരം ബ്രഹ്മാവ് ചിന്തിച്ചു കൊണ്ടിരിക്കെ അങ്ങ് ശൈലസദൃശം വളർന്ന് ഏറ്റവും ഭയങ്കരമായി ഗർജിച്ചു. ഒരു പർവ്വതത്തിൻ്റെ രൂപത്തിലേക്ക് വളർന്നിട്ട് ഗർജിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിൽ തന്തേ നിനാദമുപകണ്യ ജനസ്തപസ്താഹ സത്യസ്ഥിതാശ്ച മുനയോ നുനൂർഭവന്തം തസ്തോത്രഹർഷുലമനാ പരിണത്യ ഭൂയക ത്വയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ഭൂയസ്തോയാശയം എന്നൊന്നിച്ചും വായിക്കാം. അങ്ങയുടെ ഗർജനം കേട്ട് ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും വസിക്കുന്ന മുനിമാര് അങ്ങയെ സ്തുതിച്ചു. അവരുടെ സ്തുതി സങ്കീർത്തനങ്ങളാൽ സന്തുഷ്ടമാനസനായ അങ്ങാകട്ടെ സ്വശരീരത്തെ വീണ്ടും വലുതാക്കിക്കൊണ്ട് ജലത്തിലേക്ക് ഇറങ്ങി. ഇത്രയുമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി ബാക്കി എന്താണെന്ന് ആദ്യം ഒന്ന് വായിച്ചിട്ട് പിന്നെ ഓരോ ശ്ലോകം എടുത്തു നോക്കാം. ആദ്യം വായിക്കാം. ഊർധ്വപ്രസാരി പരിധൂമ്രവിദൂതരോമാ പ്രോക്ഷിപ്തവാൽ അധിരവാങ്മുഖകോരഗോണകാം തൂർണപ്രതീർണ ജലത പരിഘൂർണദഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന്നവതേരിധത്വം. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലങ്കലിഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമകവേഷയസ്ത്വം. ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാൻ ജഡിതി കൂടകിടിർവിഭോത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദഥാ സലീലം അഭ്യധരന്നഥധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവാധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാജലധേരുദഞ്ജന് ക്രീഡാവരാഹവപുരീശ്വര പാഹിരോഗാത്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ഊർധ്വപ്രസാരി പരിധൂമ്ര വിദൂതരോമ പ്രോക്ഷിപ്തവാൽ അധിഹി അവാങ്മുഖ ഘോരഗോണക തൂർണപ്രതീർണ ജലദഃ പരിഘൂർണദഷ്ണ പരിഘൂർണത് അഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന് അവതേരിധത്വം. ഇവിടെ ഊർധ്വം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്നത്, പൊങ്ങി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന എന്നൊക്കെ അർത്ഥം. പ്രസാരി എന്ന് പറഞ്ഞാൽ പ്രസരിക്കുന്ന, തിളങ്ങുന്ന, അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുന്ന, എഴുന്നു നിൽക്കുന്ന എന്നൊക്കെ അർത്ഥം. പരിധൂമ്രം, ധൂമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ്, പരിധൂമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ് നിറമുള്ളത്, കറുപ്പും ചുവപ്പോടെ ചേർന്ന കളറാണ് ചെമ്പ് കളറ്. വിദൂത രോമ, രോമം കുടഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട്, രോമത്തെ വിദൂതം ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ട്. പ്രോക്ഷിപ്തവാൽ, പ്രോക്ഷിപ്തം എന്ന് പറഞ്ഞാൽ പൊക്കിപ്പിടിച്ചിരിക്കുന്നത്. വാല് അധിരവാങ്മുഖ പ്രോക്ഷിപ്തവാലധിഹി, അതായത് വാല് പൊക്കിപ്പിടിച്ച് എന്നർത്ഥം. അവാങ്മുഖ എന്ന് പറഞ്ഞാൽ താഴ്ത്തിപ്പിടിച്ച്. അധിഹി അവാങ്മുഖ തല കുനിച്ചെന്നൊക്കെ അർത്ഥം. അതായത് തല താഴ്ത്തി, തല എന്ന് പറഞ്ഞാൽ പന്നിയുടെ ആ മുഖം, ആ മൂക്കെന്നർത്ഥം. അത് ഘോണക, ഘോണം എന്ന് പറഞ്ഞാൽ മൂക്ക് വിറപ്പിച്ചുകൊണ്ട്, വിറയ്ക്കുക എന്നർത്ഥം ഘോണക. അപ്പോൾ ഘോണക മൂക്കിനെ വിറപ്പിച്ചുകൊണ്ട്. തൂർണ പ്രതീർണ ജലദഃ, തൂർണ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത്, വേഗത്തിൽ എന്നൊക്കെ അർത്ഥം. പ്രതീർണ ജലദഃ, പ്രതീർണം എന്ന് പറഞ്ഞാൽ മുറിക്കുക, പിളർക്കുക എന്നൊക്കെ അർത്ഥം. ജലദഃ എന്ന് പറഞ്ഞാൽ മേഘം. അപ്പം മേഘത്തെയൊക്കെ മുറിച്ച്, വേഗത്തിൽ മേഘത്തെയൊക്കെ മുറിച്ച്. പരിഘൂർണദഷ്ണ, പരിഘൂർണത് എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത്, ഘൂർണം കറങ്ങുന്നത്. അക്ഷണ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. അപ്പോൾ കറങ്ങുന്ന കണ്ണുകളോടുകൂടി,
സ്തോത്രൂൻ മുനീൻ, സ്തോത്രം ജപിക്കുന്ന, സ്തുതിക്കുന്ന മുനീൻ, മുനിമാരെ ശിശിരയന് അവതേരിത ത്വം. ശിശിരയൻ എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക, കുളിർപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം ഈ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്തുതി ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിമാരെയൊക്കെ തണുപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കുളിർപ്പിച്ചുകൊണ്ട്, അതായത് ഇതിലേക്ക് ഭഗവാൻ എടുത്ത് ചാടിയപ്പം ആ വെള്ളമൊക്കെ തെളിച്ച് ഈ മുനിമാരുടെ ദേഹത്ത് വീണ് അവരെ തണുപ്പിച്ചു, അവർക്ക് സന്തോഷമുണ്ടാക്കി എന്നർത്ഥം. അപ്പം മുനിമാരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആണ് അങ്ങ് ചാടിയത് വെള്ളത്തിലേക്ക് എന്നർത്ഥം. അപ്പോൾ ഊർധ്വ പ്രസാരി പരിധൂമ്ര വിദൂതരോമ പ്രോക്ഷിപ്തവാല അതിരവാങ്മുഖ ഘോരഘോണക തൂർണപ്രതീർണ ജലത പരികൂർണ ദഷ്ണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിതത്വം. അതായത് ഊർധ്വപ്രസാരി, നേരെ മേലോട്ട് ഉയർന്നു നിൽക്കുന്ന കറുപ്പും ചുവപ്പും കളർന്ന ചെമ്പ് കളറുള്ളതും ഇളകിക്കൊണ്ടിരിക്കുന്നതുമായ രോമങ്ങളോടും, മേലോട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാലോടും, താഴോട്ട് കുനിച്ചു പിടിച്ചിരിക്കുന്ന അതിഭയങ്കരമായ നാസികയും, നാസിക പറയുമ്പോൾ പന്നിയുടെ ആകുമ്പോൾ കൂർത്ത തല, മുഖം, അതിൽ മൂക്ക്, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷീശ്വരന്മാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അതിഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിവേഗത്തിൽ, ആ ഭ്രമണം ചെയ്യുന്നത് കണ്ണാണ്, ഭഗവാന്റെ ആ കണ്ണ്, അതിഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകളോടും കൂടിയിരിക്കുന്ന അങ്ങ് ജലത്തിലേക്ക് അതിവേഗത്തിൽ കുതിച്ചതുകൊണ്ട് മേഘങ്ങളൊക്കെ മുറിഞ്ഞുപോയി. അപ്പം മേഘങ്ങളെ മുറിച്ചുകൊണ്ട് ഭഗവാൻ വേഗത്തിൽ ആ ജലത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, എടുത്തു ചാടി എന്ന് അർത്ഥം. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമ പ്രോക്ഷിപ്തവാലധിര വാങ്മുഖഘോരഘോണക തൂർണപ്രതീർണ ജലത പരികൂർണ ദഷ്ണ സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിതത്വം. അടുത്ത ശ്ലോകം. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലാങ്കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയസ്ത്വം. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അഗവേഷയ ത്വം. അല്ലയോ ഭഗവാനെ, അങ്ങ് ത്വം അന്തർജലം, അന്തർജലം എന്ന് പറഞ്ഞാൽ ജലമധ്യത്തിൽ, ജലത്തിനുള്ളിൽ, സമുദ്രത്തിൽ, തദനു സങ്കുലനക്രചക്രം, സങ്കുലം, തദനു എന്ന് പറഞ്ഞാൽ അനന്തരം, അല്ലയോ ഭഗവാനെ അങ്ങ് അനന്തരം ജലമധ്യത്തിൽ, നക്രം മുതലയാണ്, ചക്രം എന്ന് പറഞ്ഞാൽ കൂട്ടം, അപ്പോൾ മുതലക്കൂട്ടം, സങ്കുലനക്രചക്രം സംഭ്രമിച്ച മുതലയും മുതലക്കൂട്ടം, ഭ്രാമ്യ തിമിംഗലകുലം ഭ്രമിച്ച തിമിംഗലം, തിമിംഗലം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക, തിമിംഗലങ്ങളൊക്കെ വിഴുങ്ങുന്ന, അതായത് പേടിച്ചരണ്ടിരിക്കുന്ന തിമിംഗലക്കൂട്ടങ്ങളും, കലുഷോർമിമാലം, ഊർമി എന്ന് പറഞ്ഞാൽ തിരമാല, കലുഷമായി എന്ന് പറഞ്ഞാൽ ഇളക്കിമറിച്ച തിരമാലകളോട്, ഇളകിമറിയുന്ന തിരമാലകളോട് കൂടിയത് ആയിട്ട്, മാല എന്ന് പറഞ്ഞാൽ തിരമാലക്കൂട്ടം, ഇളകിമറിഞ്ഞ തിരമാലക്കൂട്ടം, അല്ലെങ്കിൽ ഇളക്കിമറിച്ച തിരമാലക്കൂട്ടത്തോടുകൂടി ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ട്, ഭീഷണരവേണ, രവം ശബ്ദമാണ്, ഭീഷണം ഭയം, അപ്പം ഭയപ്പെടുത്തുന്ന ശബ്ദം കൊണ്ട് രസാതലസ്ഥാൻ, രസാതലം പാതാളം,
ആ പാതാളത്തിൽ സ്ഥിതി ചെയ്യുന്നവർ, പാതാളവാസികളെ, അതായത് അസുരന്മാരെ ആ കമ്പയൻ വിറപ്പിക്കുക. കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. അപ്പോൾ ആ കമ്പയൻ എന്ന് പറഞ്ഞാൽ വിറപ്പിച്ചുകൊണ്ട് വസുമതി ഭൂമിയുടെ പര്യായമാണ് വസുമതി. അപ്പോൾ ഭൂമിയെ അഗവേഷയം അന്വേഷിക്കുക, അന്വേഷിച്ചു എന്നർത്ഥം. ത്വം അഗവേഷയ എന്ന് പറഞ്ഞാൽ അങ്ങ് ഭൂമിയെ ഗവേഷണം ചെയ്തു, അന്വേഷിച്ചു എന്നർത്ഥം. അന്തർജലം തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണ രസാതലസ്ഥാനാകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. അനന്തരം അങ്ങ് നക്രങ്ങളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭയസങ്കുലങ്ങളാക്കിക്കൊണ്ടും തിമിംഗലങ്ങളെ സംഭ്രമിപ്പിച്ചുകൊണ്ടും സമുദ്രത്തിൽ കലങ്ങിമറിഞ്ഞ തിരമാലകളെ ഉയർത്തിക്കൊണ്ടും അതിഭയങ്കരങ്ങളായ ഗർജനങ്ങളാൽ പാതാളവാസികളെ വിറപ്പിച്ചുകൊണ്ടും ജലമധ്യത്തിൽ അങ്ങയുടെ പ്രിയയായ ഭൂമിയെ അന്വേഷിച്ചു. ഭൂമിദേവി ഭഗവാന്റെ ഭാര്യയാണ് അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് സമുദ്രവസനേ ദേവി, സമുദ്രം വസനമാക്കിയവളും, വസനം വസ്ത്രം, സമുദ്രത്തെ വസ്ത്രമാക്കിയവളും, പർവ്വതസ്തനമണ്ഡിതേ, പർവ്വതങ്ങളെ സ്തനങ്ങളാക്കിയവളും, മണ്ഡിത എന്ന് പറഞ്ഞാൽ അലങ്കരിച്ചിരിക്കുന്നു, പർവ്വതങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ സ്തനങ്ങൾ പർവ്വതങ്ങളെപ്പോലെ അലങ്കരിച്ചിരിക്കുന്നവളും, വിഷ്ണുപത്നി നമസ്തുഭ്യം, അല്ലയോ വിഷ്ണു ഭഗവാന്റെ പത്നി, നമഹാതുഭ്യം, അങ്ങയെ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാല് താഴോട്ട് വയ്ക്കുന്നത്. ഭൂമിയെ ചവിട്ടാൻ പോവുമല്ലേ, പാദസ്പർശം ക്ഷമസ്വമേ, ഞാൻ കാല് താഴെ വയ്ക്കാൻ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ചോദിച്ചിട്ടാണ് രാവിലെ നമ്മൾ കാല് താഴെ വയ്ക്കേണ്ടത്. ആരൊക്കെ വയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഭൂമിദേവി ഭഗവാന്റെ ഭാര്യയാണ്. അപ്പോൾ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നേ. അപ്പോൾ അങ്ങയുടെ പ്രിയയായ ഭൂമിയെ അന്വേഷിച്ചു ഭഗവാൻ. അന്തർജലം തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം. അടുത്ത ശ്ലോകം. ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കൂടകിടിർവിഭോ ത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അദധാ സലീലം. വസുധാമദധാ സലീലം. ദൃഷ്ട്വാഥ, ഇവിടെ കൂടകിടിർ വിഭോ എന്ന സംബോധന. ത്വം, അങ്ങ്, അതായത് മായാവരാഹമൂർത്തിയായ അങ്ങ് എന്നെടുക്കണം. കിടി എന്ന് പറഞ്ഞാൽ പന്നി, കൂടകിടി എന്ന് പറഞ്ഞാൽ വ്യാജവേഷം ധരിച്ച പന്നി, അല്ലെങ്കിൽ മായാവരാഹം, മായാമൂർത്തിയായ വരാഹമൂർത്തി. അപ്പം ഭഗവാനെ, അങ്ങ് ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം വസുധാം, അതായത് ആ ദൈത്യഹതകേന, ആ ഹിരണ്യാക്ഷനാൽ രസാതലാന്തേ സംവേശിത, ആ സമുദ്രത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന, സംവേശിത എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ച, ആ ഭൂമിയുടെ അടിയിൽ സമുദ്രത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വസുധാം ഭൂമിദേവിയെ ദൃഷ്ട്വാഥ, അനന്തരം കണ്ടിട്ട്, അതായത് അല്ലയോ ഭഗവാനെ, അനന്തരം അങ്ങ് ഹിരണ്യാക്ഷനാൽ ഒളിപ്പിച്ചു വെച്ച ഭൂമിദേവിയെ, സമുദ്രത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ഭൂമിദേവിയെ കണ്ടിട്ട് ആപാതുകാൻ അവിഗണയ്യ, ആപാതുകാൻ എന്ന് പറഞ്ഞാൽ പാഞ്ഞെത്തുന്ന, എതിരിടാൻ വരുന്ന എന്നൊക്കെ അർത്ഥം.
ആ എതിരിടാൻ വരുന്ന സുരാരിഖേടൻ, സുരന്മാർ ദേവന്മാർ, സുരന്മാരുടെ അരി ശത്രുക്കൾ, അസുരന്മാരെന്നർത്ഥം. ദേവന്മാരുടെ അരികൾ, ശത്രുക്കൾ, അസുരന്മാർ. ആ അസുരന്മാരാൽ അവരോടി വരുന്നത് കണ്ടിട്ട് അവരെ അവഗണിച്ചിട്ട് അല്ലെങ്കിൽ തൃണവൽക്കരിച്ചിട്ട് ദംഷ്ട്രാങ്കുര തേറ്റ, ദംഷ്ട്രം പന്നിയുടെ ദംഷ്ട്രം എന്ന് പറയുന്നത് തേറ്റ, ആ തേറ്റ അങ്കുരേണ, ആ തേറ്റയുടെ അഗ്രത്തിൽ വസുധാം ഭൂമിയെ ധരിച്ചു. ലീലയായിട്ട്. അപ്പോൾ ഭൂമിയെ ആ തേറ്റമേലെടുത്തുകൊണ്ട് വന്നു എന്നർത്ഥം. അപ്പോൾ ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാൻ ജഡിതി കൂടകിടിർവിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമതഥാ സലീലം. അസുരാധമനായ ഹിരണ്യാക്ഷനാൽ പാതാളത്തിൽ ഒളിപ്പിച്ചു വയ്ക്കപ്പെട്ട ഭൂമിയെ മായാവരാഹ രൂപിയായിരിക്കുന്ന അങ്ങ് എതിരിട്ട് വരുന്ന അസുരന്മാരെ അവഗണിച്ചുകൊണ്ട് ദംഷ്ട്രയുടെ അഗ്രഭാഗത്താൽ കളിയായിട്ടെന്ന വണ്ണം വളരെ പെട്ടെന്ന് ഉയർത്തിയെടുത്തു. ആ ഭൂമിയെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. അടുത്ത ശ്ലോകത്തിൽ അഭ്യധരന്നഥധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവ അധികപീവരാത്മാ ഉദ്ധൂതഘോര സലിലാത് ജലധേരു ഉദഞ്ചന് ക്രീഡാവരാഹവപുഹു ഈശ്വര പാഹി രോഗാത്. ഇവിടെ ഈശ്വര, എങ്ങനെയുള്ള ഈശ്വരൻ? ക്രീഡാവരാഹ വപു ശരീരം, ക്രീഡാവരാഹം കളിയായിട്ട്, അതായത് ക്രീഡിക്കുന്ന വരാഹമൂർത്തി അല്ലേ? ആ മായാവരാഹമൂർത്തിയായ ഈശ്വര പാഹി രോഗാത്. പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, രോഗത്തിൽ നിന്ന് രക്ഷിച്ചാലും എന്ന് അർത്ഥം. അപ്പം അഭ്യധരൻ എന്ന് പറഞ്ഞാൽ മേലോട്ട് ഉയർത്തിയ, അല്ലെങ്കിൽ മേലോട്ട് ഉയർത്താനായി ഉദ്ധരിച്ചു കൊണ്ടെന്നർത്ഥം. മേലോട്ട് ഉയർത്തിക്കൊണ്ട് അഥാന്നുണ്ട്. അതാ എപ്പോഴാണ്? അല്ലയോ ഭഗവാനെ, അനന്തരം ഭൂമിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് ധരാം എന്ന് പറഞ്ഞാൽ ഭൂമിയെ, ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിതം, ദശനം പല്ലാണ്, അഗ്രം ദശനാഗ്രം പല്ലിൻ്റെ അഗ്രം, തേറ്റയുടെ അഗ്രം എന്നർത്ഥം. ലഗ്നം എന്ന് പറഞ്ഞാൽ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന, മുസ്താങ്കുരം മുത്തങ്ങ. അപ്പം പല്ലിൻ്റെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മുത്തങ്ങയെ പോലെ, പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവ പോലെ എന്നർത്ഥം. ഇവ ഇരിക്കുന്ന അധികം എന്ന് പറഞ്ഞാൽ ധാരാളം, പീവരാത്മ പീവരം തടിച്ചത്. അപ്പം സ്ഥൂല ശരീരിയായിട്ട് വലിയ തടിച്ച ശരീരത്തോടു കൂടിയ അങ്ങ് ഉദ്ധൂതഘോര സലിലാത് ജലധേരു ഉദഞ്ചന്, ആ ഇളക്കി മറിച്ച ഉദ്ധൂതഘോരം, കലക്കി മറിച്ച എന്നൊക്കെ അർത്ഥം. ഇളക്കി മറിച്ച, കലക്കി മറിച്ച, സലിലം വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് ജലധേഹേ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് ഉദഞ്ചന് പൊങ്ങി വന്നു. ഉദഞ്ചന് ആരാ പൊങ്ങി വന്നതെന്നാണ് പറയുന്നത്? ക്രീഡാവരാഹ വപു, ആ മായാ പന്നി അല്ലേ, പന്നിക്കുഞ്ഞ്, മായയായ പന്നിക്കുഞ്ഞ്. ആ പന്നിക്കുഞ്ഞ് പൊങ്ങി വന്നു. എങ്ങനെ? അതാണ് ആദ്യം പറഞ്ഞത്. അഭ്യന്തരന്നഥ ധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവ അധികപീവരാത്മാം ഉദ്ധൂതഘോര സലിലാത് ജലധേരുദഞ്ചന് ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. തേറ്റയിൽ പറ്റിയിരിക്കുന്ന ആ മുത്തങ്ങ പോലെ വലിയ ശരീരമുള്ള ഭഗവാന്റെ, പന്നിരൂപമായ ഭഗവാന്റെ തേറ്റയിൽ ആ ഭൂമി ഇരിക്കുന്ന കണ്ടിട്ട്, അപ്പോൾ ഭൂമി എത്ര ചെറുതായിട്ടും ഭഗവാനെ എത്ര വലുതായിട്ടുമാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് നോക്കുക.
ഒരു മുത്തങ്ങ ഇരിക്കുന്ന പോലെയേ ഭൂമിയെ കാണാൻ പറ്റുള്ളൂ. അത്ര ചെറുതായിട്ടുള്ള ഭൂമിയും വലുതായിട്ടുള്ള ഭഗവാന്റെ ശരീരവും തൻ്റെ ദംഷ്ട്രയിൽ ഉയർത്തിയെടുത്ത ഭൂമിയോടുകൂടി അതിഭയങ്കരമായി ഇളക്കപ്പെട്ട ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്ന സ്ഥൂല ശരീരിയും ലീലാസൂകരമൂർത്തിയുമായ അല്ലയോ ഭഗവാനെ, ജഗദീശ്വര, നിന്തിരുവടി എന്നെ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ രോഗസമൂഹങ്ങളെ സമുദ്രമായിട്ടും ഭഗവാനെ രോഗസമുദ്രത്തിൽ നിന്നും എൻ്റെ രോഗമാകുന്ന മുത്തങ്ങയോളം ഉള്ളൂ രോഗം അല്ലേ, അത് ഭഗവാന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ആ കുഞ്ഞു ഭൂമിയെ വെള്ളത്തിനടിയിൽ നിന്നും പൊക്കിക്കൊണ്ടുവന്ന അല്ലയോ ഭഗവാനെ, എൻ്റെ രോഗത്തെയും അതുപോലെ മാറ്റിത്തരണമേ. മുത്തങ്ങയോളം ഉള്ളൂ എൻ്റെ രോഗം, പക്ഷേ അങ്ങോ വലിയ ചടിച്ച ശരീരം. അപ്പം എങ്ങനെയാണോ സമുദ്രത്തിൽ നിന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ടുവന്നത്, ഉയർത്തിയത്, അതുപോലെ എൻ്റെ രോഗസമുദ്രത്തിൽ നിന്ന് എന്നെയും പൊക്കിക്കൊണ്ടുവന്നാലും എന്നെയും രക്ഷിച്ചാലും, പാകി രോഗത്തിൽ നിന്നും രക്ഷിച്ചാലും എന്ന് അർത്ഥം. ഇവിടെ മുത്തങ്ങ, മുസ്താങ്കുരം എന്ന് പറഞ്ഞു. മുത്തങ്ങ ഒരു കടുകുമണി പോലെ എന്നൊക്കെ നമ്മൾ പറയില്ല, സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ കടുകുമണി എന്നർത്ഥം. അതുപോലെ ഇവിടെ മുസ്താങ്കുരം, മുത്തങ്ങ. അപ്പം ഒരിക്കൽ കൂടി വായിച്ച് വേഗം അർത്ഥമൊന്നും കൂടി പറഞ്ഞിട്ട് വായിക്കാം. ഊർധ്വപ്രസാരി പരിധൂമ്രവിദൂതരോമാ പ്രോക്ഷിപ്തവാലതിരവാങ് മുഖഘോരഘോണകാം തൂർണപ്രതീർണ ജലധാ പരിപൂർണദഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന്നവതേരിതത്വം. നേരെ മേലോട്ടുയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ എഴുന്നു നിൽക്കുന്ന കറുപ്പും ചുവപ്പും കലർന്ന ചെമ്പിൻ്റെ കളറുള്ളതായ ഇളകിക്കൊണ്ടിരിക്കുന്ന രോമങ്ങളോടും മേൽപോട്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വാലോടും താഴോട്ട് കുനിച്ചു പിടിച്ചിരിക്കുന്ന അതിഭയങ്കരമായ നാസികയോടും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷീശ്വരന്മാരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അതിഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകളോടും കൂടിയിരിക്കുന്ന അങ്ങ് ജലത്തിലേക്ക് അതിവേഗത്തിൽ കുതിക്കുക കാരണം മേഘങ്ങളൊക്കെ മുറിഞ്ഞുപോയി ശകലിതങ്ങളായി തീർന്നു എന്ന് പറഞ്ഞാൽ മുറിക്കഷ്ണങ്ങൾ, ശകലം എന്ന് പറഞ്ഞാൽ കഷണങ്ങളായി തീർന്നു എന്നർത്ഥം. അടുത്തത് അന്തർജലം തതനു സങ്കുലനക്രചക്രം ഭ്രാമ്യ തിമിംഗലകുലാങ്കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീം അകവേഷയസ്ത്വം. അനന്തരം അങ്ങ് നക്രങ്ങളെ ഭയസങ്കുലങ്ങളാക്കിക്കൊണ്ടും തിമിംഗലങ്ങളെ സംഭ്രമിപ്പിച്ചുകൊണ്ടും സമുദ്രത്തിൽ കലങ്ങിമറിഞ്ഞ തിരമാലകളെ ഉയർത്തിക്കൊണ്ടും അതിഭയങ്കരങ്ങളായ ഗർജനങ്ങളാൽ പാതാളവാസികളെ ഭയചകിതരാക്കിക്കൊണ്ടും ജലമധ്യത്തിൽ അങ്ങയുടെ പ്രിയയായ ഭൂമിയെ അന്വേഷിച്ചു. അഗവേഷ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു. ദൃഷ്ട്വാ തദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കൂടകിടിർവിഭോത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദഥ സലീലം. അസുരാധമനായ ഹിരണ്യാക്ഷനാൽ പാതാളത്തിൽ ഒളിച്ചു വച്ചപ്പെട്ട ഭൂമിയെ മായാവരാഹരൂപിയായിരിക്കുന്ന അങ്ങ് എതിരിട്ട് വരുന്ന അസുരന്മാരെ തൃണവൽക്കരിച്ചുകൊണ്ട് അവഗണിക്കുക എന്നർത്ഥം. അവഗണിച്ചുകൊണ്ട് ദംഷ്ട്രയുടെ അഗ്രഭാഗത്താൽ കളിയായിട്ടെന്ന വണ്ണം വളരെ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവന്നു, ആ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്നു. അഭ്യുദ്ധരന്നഥ ധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവ അധികപീവരാത്മാം ഉദ്ധൂതഘോരസലിലാ ജലധേരുദഞ്ചന് ക്രീഡാവരാഹ വപുരീശ്വര പാകിരോഗാത്. ആ തേറ്റയിൽ പറ്റിയിരിക്കുന്ന മുത്തങ്ങയോട് കൂടിയ ഒരു സൂകരം എന്ന പോലെ തൻ്റെ ദംഷ്ട്രയിൽ ഉയർത്തിയെടുത്ത
ഭൂമിയോടുകൂടി അതിഭയങ്കരമായി ഇളക്കപ്പെട്ട ജലത്തോടു കൂടിയ സമുദ്രത്തിൽ നിന്നും പൊങ്ങി വരുന്ന സ്ഥൂല ശരീരിയും, അതാണ് പീവരാത്മ, തടിച്ച ശരീരത്തോടു കൂടിയ അവനും ലീലാസൂകരമൂർത്തിയുമായ മായാ പന്നിക്കുഞ്ഞ് അല്ലേ ആയ അല്ലയോ ജഗദീശ്വര, നിന്തിരുവടി എന്നെ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു പ്രാവശ്യം കൂടി 4 ശ്ലോകങ്ങൾ വായിക്കാൻ കൂടുതലുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 4 ശ്ലോകം എടുത്തില്ലേ. ഊർധ്വപ്രസാരി പരിധൂമ്രവിധൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഗോണക തൂർണപ്രതീർണ ജലത പരികൂർണതഷ്ണ സ്തോത്രൂന്മുനീൻ ശിശിരയന്നവതേരിതത്വം അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലങ്കലുഷോർമിമാലം ആവിശ്യഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതീമഗവേഷയസ്ത്വം ദൃഷ്ട്വാഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ജഡിതി കൂടകിടിർവിഭോത്വം ആപാതുകാനവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദഥാ സലീലം അഭ്യുദ്ധരന്നഥധരാം ദശനാഗ്രലഗ്നമുസ്താങ്കുരാങ്കിത ഇവ അധികപീവരാത്മാ ഉദ്ധൂതഘോരസലിലാ ജലധേരുദഞ്ചന് ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് രോഗമാകുന്ന സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് എങ്ങനെയാണോ ഭൂമിയെ ഭഗവാൻ തടിച്ച ശരീരത്തോടു കൂടി ആ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവന്നത്, അതുപോലെ എൻ്റെ രോഗത്തെയും രോഗസമുദ്രത്തിൽ നിന്നും എന്നെയും രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിച്ചു. ഇതോടുകൂടി നമ്മുടെ 12-ാം അധ്യായം ഇവിടെ പൂർണ്ണമായി. ഇനി അടുത്ത ക്ലാസ്സിൽ 12-ാം അധ്യായം മുഴുവൻ ഒന്നിച്ചു വായിച്ച അർത്ഥം പറഞ്ഞു തരികയാണ്. അത് നമുക്ക് സമർപ്പണം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവരും കേട്ട് പഠിച്ച് യൂട്യൂബിൽ നോക്കുക. ചിലപ്പം ഒന്നാമത് ഈ പല്ലിൻ്റെ ഇതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് പറയുന്നതിലൊക്കെ, മനസ്സിലാക്കുക. അപ്പോൾ ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും യൂട്യൂബും കൂടെ നോക്കുക. രണ്ടും നോക്കി, യൂട്യൂബിലും നോക്കി വാട്സപ്പിലും നോക്കി പഠിക്കുക. ഹരി ഓം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.